എല്ലാവർക്കും ടോർക്കിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത് മാരുതി സുസുക്കി പുതിയതായി ഇറക്കിയ ഈക്കോയാണ്. നമുക്കെല്ലാവർക്കും അറിയാം, പഴയ ഈക്കോയിൽ നിന്നും വളരെയധികം ഡിഫറൻസ് വന്നിട്ടാണ് പുതിയ ഈക്കോ ഇന്ത്യയിൽ ഇറങ്ങിയിരിക്കുന്നത്. ഇന്ത്യയിൽ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് MPV ആണ് ഒമിനി എന്ന് പറയുന്നത്. ഒമിനിയുടെ ഒരു വലിയൊരു വെർഷനാണ്, അല്ലെങ്കിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള വെർഷനാണ്. ബിക്കോസ് 2018 ഒമിനി നിർത്തി. അതുകൊണ്ട് തന്നെ ഈ ഈക്കോനെ മാരുതി സുസുക്കി ഒരു പുതിയൊരു സേഫ്റ്റി ഫീച്ചേഴ്സ് ആണെങ്കിലും ഡിഫറൻസ് ടൈപ്പ് സ്പെക്കുകളാണെങ്കിൽ എല്ലാം തന്നെ കൂട്ടിയിട്ടുള്ള പുതിയൊരു മോഡലാണ് പുതിയ മാരുതി സുസുക്കി ഈക്കോയിൽ വന്നിരിക്കുന്നത്. നമുക്കറിയാം 1985 ഒമിനി ഇറങ്ങുന്നത്. ഒമിനി എന്നത് വളരെയധികം സക്സസ് ആയിട്ടുള്ള ഒരു ഇന്ത്യൻ മോഡലാണ്. അതിനുശേഷം വേഴ്സ എന്നുള്ള മോഡൽ ഇറക്കി. വേഴ്സ എന്ന് പറയുന്നത് ഈക്കോയിൽ തന്നെ ചെറിയൊരു ഡിഫറൻസ് വന്നൊരു മോഡലായിരുന്നു വേഴ്സ. ബട്ട് അത് റേറ്റ് കൂടുതലുകൊണ്ട് തന്നെ അത്രയധികം ആളുകൾ എടുത്തിരുന്നില്ല. എന്നിരുന്നാലും ഫാമിലി യൂസിനാണെങ്കിലും ഒരുവിധം ആൾക്കാരൊക്കെ എടുത്തിരുന്നു. പക്ഷേ അത്രയധികം പോപ്പുലാരിറ്റി ആ വണ്ടിക്ക് കിട്ടിയിരുന്നില്ല. അത് 2001 മുതൽ 2009 വരെ ആ വണ്ടി ഇന്ത്യൻ മാർക്കറ്റിൽ ഇറങ്ങിയിരുന്നു. അതിനുശേഷമാണ് ഈക്കോ വരുന്നത്. കാഴ്ചയിൽ തന്നെ ഒട്ടും തന്നെ ഡിഫറൻസ് ഇല്ല ഈക്കോയും വേഴ്സയും തമ്മിൽ. പുതിയ ഈക്കോ എന്ന് പറയുന്നത് വളരെയധികം ഫീച്ചേഴ്സ് കൂട്ടിയിട്ട് തന്നെയാണ് അവർ ഇറക്കിയിരിക്കുന്നത്. സേഫ്റ്റി ഫീച്ചേഴ്സ് ആണെങ്കിലും ബോഡിയുടെ വെയിറ്റ് ആണെങ്കിലും എന്ത് വെച്ച് നോക്കുകയാണെങ്കിലും അത്രയധികം സേഫ്റ്റി ഫീച്ചേഴ്സും സ്പെക്കും അധികം കൂട്ടിയ മോഡലായിട്ട് തന്നെയാണ് പുതിയ ഈക്കോ വന്നിരിക്കുന്നത്. ഈ ഈക്കോ എന്ന് പറയുന്നത് നമ്മുടെ ഒമിനിയുടെയോ അല്ലെങ്കിൽ വേഴ്സയോ ചെയ്തിരുന്ന അതേ സെയിം വർക്ക് കുറച്ചുകൂടി സേഫ്റ്റി ഫീച്ചേഴ്സ് ആണെങ്കിലും ഡ്രൈവിംഗ് കംഫോർട്ട് ആണെങ്കിലും എല്ലാത്തിലും കൂട്ടിയ ഒരു രീതിയിലാണ് ഇവർ ഇറക്കുന്നത്. ഇന്ത്യൻ റോഡിനോ അല്ലെങ്കിൽ ഇന്ത്യൻ ഫാമിലിക്കോ അല്ലെങ്കിൽ ഇന്ത്യൻ ഒരു ബിസിനസ് ചെയ്യുന്ന ആളുകൾക്കോ കുറച്ച് ലഗേജ് വെച്ച് ഓടിക്കുന്ന അങ്ങനെ എന്തെങ്കിലും ആവശ്യമുള്ള ഒരാൾക്കോ പറ്റിയ രീതിയിലുള്ള ഒരു മോഡലായിട്ട് തന്നെയാണ് പുതിയ ഈക്കോ വന്നിരിക്കുന്നത്. അല്ലെങ്കിൽ ഒമിനി അല്ലെങ്കിൽ വേഴ്സ യൂസ് ചെയ്യുന്ന സെയിം ഫീച്ചേഴ്സ് തന്നെയാണ് പുതിയ ഈക്കോയിലും വന്നിരിക്കുന്നത്. ലുക്കിൽ തന്നെ നമുക്കറിയാം ഒട്ടും ഡിഫറെൻ്റ് ഇല്ല. ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ലുക്കിൽ ഒട്ടും ഡിഫറെൻ്റ് ഇല്ല. വേഴ്സ ആയിട്ടോ അല്ലെങ്കിൽ പഴയ ഈക്കോ ആയിട്ടോ ഒട്ടും തന്നെ ഡിഫറൻസ് ഇല്ലാത്ത രീതിയിലാണ് ഇറക്കിയിരിക്കുന്നത്. നമുക്കറിയാം സ്ലൈഡിങ് ഡോർസ്. എന്തുകൊണ്ടാണ് ഒമിനി അല്ലെങ്കിൽ വേഴ്സ പുതിയത് അല്ലെങ്കിൽ ഈക്കോ പുതിയത് എല്ലാവരും ഇഷ്ടപ്പെടുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെയിൻ കാര്യം അത് ഒരു വാൻ എന്നാണ്. MPV വാൻ. എല്ലാവർക്കും വാൻ ഇഷ്ടമാണ്, പാർക്ക് ചെയ്യാൻ സുഖമാണ്, എവിടെ കൊണ്ടുപോയി നമുക്ക് പാർക്ക് ചെയ്യാം. അതുപോലെ തന്നെ വീൽ ട്രാക്ക് വളരെയധികം കുറവായതിനാൽ കംഫോർട്ടിൻ്റെ രീതി അല്ലെങ്കിൽ നമ്മളിപ്പോൾ കോർണറിങ്ങിൻ്റെ രീതിയിൽ കുറച്ച് പോരായ്മകളുണ്ട്. പക്ഷേ അത് എന്താ പറയുക, നമ്മളിപ്പോൾ നമുക്കതിനേക്കാളും ബെറ്ററായിട്ട് ഇത് പാർക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു വലിയൊരു ബെനിഫിറ്റാണ്. ഏതൊരു ചെറിയൊരു സ്പേസിലോ ചെറിയൊരു ഡിക്കിലോ കിട്ടിയാൽ നമുക്ക് പാർക്ക് ചെയ്യാൻ പറ്റുന്ന വലിയൊരു ഫീച്ചറാണ്. വലിയൊരു പോരായ്മ തന്നെയാണ് വീൽ ട്രാക്ക് കുറവെന്നുള്ളത്. പക്ഷേ അത് ഇപ്പോൾ പല ഡിഫറൻസൊന്നും കമ്പനി അതിനനുസരിച്ച് ഇറക്കിയിട്ടില്ല. പിന്നെ സ്ലൈഡിങ് ഡോർ നമുക്കറിയാം, ഇക്കോയിലുള്ള സ്ലൈഡിങ് ഡോർ വളരെയധികം യൂസ്ഫുൾ ആണ്. ബിക്കോസ് നമുക്ക് ഡോർ അധികം ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന സ്ഥലത്ത് തന്നെ നമുക്ക് സ്ലൈഡിങ് ഡോർ യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഫ്രണ്ട് സീറ്റിൽ വരികയാണെങ്കിൽ ഹെഡ് റെസ്റ്റ് എന്ന് പറയുന്നത് നല്ലൊരു ഫീച്ചേഴ്സ് കൊടുത്തുള്ള ഹെഡ് റെസ്റ്റാണ് ഇരിക്കുന്നത്. ഇൻസ്ട്രുമെൻറ്റ് പാനലും വളരെയധികം ഡിഫറൻസ് ഉണ്ട്. പുതിയൊരു ഇൻസ്ട്രുമെൻറ്റ് പാനലാണ് കമ്പനി കൊടുത്തിരിക്കുന്നത്. തികച്ചും ഡിഫറൻസ് ആയിട്ടുള്ള ഇൻസ്ട്രുമെൻറ്റ് പാനലാണ്, ഡിജിറ്റൽ. അതുപോലെ തന്നെ ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിൽ കാണിക്കുന്നുണ്ട്. മ്യൂസിക് പ്ലെയർ ഇല്ല എന്നുള്ളത് ഒരു പോരായ്മയായിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് ആഫ്റ്റർ മാർക്കറ്റ് മ്യൂസിക് പ്ലെയർ ഓർ സംതിങ് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നതാണ് ഈ മോഡലിൽ. സേഫ്റ്റി ഫീച്ചേഴ്സ് ഈക്കോ പറയുന്നുണ്ടെങ്കിലും വീൽ ട്രാക്ക് കുറവായതിനാൽ കോർണറിൽ നമുക്കധികം പെർഫോമൻസ് ചെയ്യാനായിട്ടോ അല്ലെങ്കിൽ കോർണറിൽ നമ്മൾ വിചാരിച്ച ഒരു സ്പീഡിൽ വന്ന് കോർണർ ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ട് വീൽ ട്രാക്ക് കുറവിൻ്റെ ഒരു പ്രശ്നം കൊണ്ടുണ്ട്. എന്നിരുന്നാലും 100 അല്ലെങ്കിൽ 100-120 എന്ന സ്പീഡിൽ അത്യാവശ്യം നന്നായി ഓടിക്കാൻ പറ്റിയ ഒരു വണ്ടിയാണ്. ഞങ്ങൾ 1000 കിലോമീറ്റർ ഓടിച്ചിട്ട് കൊണ്ടുള്ള ടെസ്റ്റ് തന്നെയാണ് ഈ വണ്ടി ചെയ്തത്. 40,000 കിലോമീറ്റർ അല്ലെങ്കിൽ 2 വർഷമാണ് ഇതിൻ്റെ വാറൻറ്റി ടൈം മാരുതി സുസുക്കി പറയുന്നത്. പുതിയ ഈക്കോ എന്ന് പറയുന്നത് 1.2 ലിറ്റർ പെട്രോൾ എഞ്ചിൻ വിത്ത് 73 bhp 6000 RPM. ടോർക്ക് എന്ന് പറയുന്നത് 101 Nm ടോർക്കാണ് വണ്ടിയിലുള്ളത്. 5 സ്പീഡ് മാനുവൽ ഗിയർ ബോക്സ് തന്നെയാണ്. അതിൽ DSA ഡയഗണൽ ഷിഫ്റ്റ് അസിസ്റ്റൻസ് ഗിയർ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. റിയർ വീൽ ഡ്രൈവ് ആണ് വണ്ടി റിയർ വീൽ ഡ്രൈവ് ആണ്. ചെറിയ പ്രൊപ്പല്ലർ ഷാഫ്റ്റ് വെച്ചുള്ള റിയർ വീൽ ഡ്രൈവ് വണ്ടിയാണ്. ദെൻ പൊസിഷൻ ടു 1196 cc എഞ്ചിനാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് പറയാം ബൂട്ട് സ്പേസ് ഓൾസോ വലിയൊരു ബൂട്ട് സ്പേസാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ 15.1 കിലോമീറ്ററാണ് പെട്രോളിലും 20 കിലോമീറ്ററാണ് CNG മോഡലിലും ഉള്ളത്. ഇതിലൊരു 5 വെർഷനായിട്ടാണ് ഇത് വന്നിരിക്കുന്നത്. ബേസിക് 5 സീറ്റർ ആൻഡ് 5 സീറ്റർ വിത്ത് AC പ്ലസ് ഹീറ്റർ ആൻഡ് 5 സീറ്റർ വിത്ത് ഹീറ്റർ ആൻഡ് CNG ആൻഡ് 5 സീറ്റർ വിത്ത് AC
പ്ലസ് ഹീറ്റർ ആൻഡ് CNG. ഇങ്ങനൊരു 5 മോഡലായിട്ടാണ് വന്നിരിക്കുന്നത്. കളർ എന്ന് പറയുകയാണെങ്കിലും ഞങ്ങളുടെ കയ്യിൽ വൈറ്റ് കളറായിരുന്നു. വൈറ്റ് കളറിൽ ഡിഫറൻസ് ആയിട്ടുള്ള ഗ്രാഫിക്സ് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഡിഫറെൻ്റ് ആയിട്ട് കളർ എന്ന് പറയുന്നത് ഒരു 6 ടൈപ്പ് ഡിഫറെൻറ്റ് കളേഴ്സാണ് ഇതിൽ വന്നിരിക്കുന്നത്. സുപ്പീരിയർ വൈറ്റ്, മെറ്റാലിക് മിഡ്നൈറ്റ് ബ്ലാക്ക്, മെറ്റാലിക് സിൽക്കി സിൽവർ ആൻഡ് ബ്രൈറ്റ് റെഡ് ആൻഡ് മെറ്റാലിക് ബ്ലൂ ബ്ലേസ് ആൻഡ് മെറ്റാലിക് ഗ്ലിറ്റ്സറിങ് ഗ്രേ. അങ്ങനെയുള്ള ഒരു 6 കളറാണ് വണ്ടിയിൽ വന്നിരിക്കുന്നത്. വണ്ടി ഓടിച്ചപ്പോൾ നമുക്കറിയാം പവർ ഒരു 1200 cc പവർ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഒമിനി ഓടിച്ചിരുന്നവർക്ക് മെയിൻ ബെനഫിറ്റ് എന്ന് പറയുന്നത് എൻജിനിലുള്ള ബെനഫിറ്റും അതുപോലെ തന്നെ സേഫ്റ്റി ഫീച്ചേഴ്സ്, അതുപോലെ തന്നെ മെയിൻ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് AC ആണ്. AC ഇപ്പോൾ നമുക്കറിയാം നല്ലൊരു ചൂടാണ്. ഒരുവിധം കേരളത്തിലാണെങ്കിലും എവിടെയാണെങ്കിലും ചൂട് നല്ലതിനാണ്. ആ ചൂടിന് പറ്റിയ അത്ര നല്ല AC തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ബെനിഫിറ്റ് എന്ന് പറയുന്നത് മെയിൻ ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമുക്ക് AC ഉണ്ട്, അതുപോലെ സേഫ്റ്റി ഫീച്ചേഴ്സ് ആണെങ്കിലും കൂടുതലാണ്. അതുകൊണ്ട് തന്നെ അതുപോലെ ഇന്ത്യൻ റോഡിന് പറ്റിയ അത്ര നല്ല ഒരു വണ്ടിയായിട്ട് തന്നെ ഇവിടെ ഇറക്കിയിരിക്കുന്നത്. സസ്പെൻഷൻ ആണെങ്കിലും എല്ലാം കൊണ്ട് തന്നെയും ഡ്രൈവ് കൊണ്ടാണെങ്കിലും സസ്പെൻഷൻ കൊണ്ടാണെങ്കിലും നമുക്ക് അത്ര തന്നെ നന്നാക്കിയിട്ട് തന്നെയാണ് ഇവർ വണ്ടി ഇറക്കാൻ നോക്കിയിരിക്കുന്നത്. ഇതാണ് ഞങ്ങളുടെ റിവ്യൂ, പുതിയ മാരുതി സുസുക്കി ഈക്കോനെ കുറിച്ചിട്ടുള്ള ഞങ്ങളുടെ റിവ്യൂ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസോ ഉണ്ടെങ്കിൽ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ ഇടുക. താങ്ക് യു ഫ്രണ്ട്സ്.